നമസ്കാരം. +1 ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങൾ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ആംഗുലാർ മൊമെൻ്റമാണ്. ഡിഫൈൻ ആംഗുലാർ മൊമെൻ്റം ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻ്റം എന്നാൽ എന്ത്? അപ്പോൾ നമ്മൾ ലീനിയർ മൊമെൻ്റം പഠിച്ചിരുന്നു. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനുള്ള മൊമെൻ്റമാണ് ആംഗുലാർ മൊമെൻ്റം. അപ്പോൾ നമുക്കിവിടെ ഒരു മാസുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കാം. ആ ഒബ്ജക്റ്റിനെ ഈ ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് വരയ്ക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആ ഒരു ആക്സിസിന് അബൌട്ടായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇതതിൻ്റെ റേഡിയസ് ആണ്. ഈ പോയിന്റിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ റേഡിയസിന് പെർപെൻഡിക്കുലറായി ഇങ്ങോട്ടായിരിക്കും ലീനിയർ വെലോസിറ്റി. ആ ഒരു ഇൻസ്റ്റൻറ്റ് മാത്രം. തൊട്ടടുത്ത ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഇങ്ങോട്ടാവും, ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഇങ്ങോട്ടാവും. അത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഇതിൻ്റെ ലീനിയർ മൊമെൻറ്റം P ഈസ് ഈക്വൽ ടു M ഇൻറ്റു V ആയിരിക്കും. ലീനിയർ മൊമെൻറ്റം P ഈസ് ഈക്വൽ ടു M ഇൻറ്റു V ആയിരിക്കും. ഈ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ വെർഷനെയാണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ വെർഷനെയാണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ റൊട്ടേഷണൽ വെർഷൻ എന്നതിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മൊമെൻറ്റ് ഓഫ് എന്നാണ്. മൊമെൻറ്റ് ഓഫ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റമാണ്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ about an axis of rotation is the moment of linear momentum of the particle about that axis. ഈ ഡെഫിനിഷൻ വായിക്കുമ്പോൾ കുറച്ച് ലോങ് ആയിട്ട് തോന്നും, പക്ഷേ കാര്യം സിമ്പിളാണ്. ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ, ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് ആൻ ആക്സിസ്, ഒരു ആക്സിസിന് എബൌട്ടായിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ വെർഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിൻ്റെ എബൌട്ട് ദാറ്റ് ആക്സിസ്, അതേ ആക്സിസിൽ വെച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇനി ഡെഫിനേഷൻ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ എബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ദ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ എബൌട്ട് ദാറ്റ് ആക്സിസ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആംഗുലാർ മൊമെൻറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ L ആണ്, ക്യാപിറ്റൽ L. ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു R ക്രോസ് P ആണ്. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് റൊട്ടേഷൻ ആണ്. P എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റമാണ്. ലീനിയർ മൊമെൻറ്റം P. അപ്പോൾ ആറിൻ്റെയും പിൻ്റെയും വെക്റ്റർ പ്രോഡക്റ്റ് ആണ് L. വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും ഒരു വെക്റ്റർ ആണെങ്കിൽ അതിനെയാണ് വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ വായിക്കേണ്ടത് R ക്രോസ് P എന്നാണ്. R ക്രോസ് P, R ഇൻറ്റു P എന്ന് വായിക്കാൻ പാടില്ല. R ക്രോസ് P എന്ന് പറഞ്ഞാൽ എന്താണ്? RP സൈൻ തീറ്റ എന്നാണ്. A ക്രോസ് B എന്ന് പറഞ്ഞാൽ AB സൈൻ തീറ്റ. R ക്രോസ് P എന്ന് പറഞ്ഞാൽ RP സൈൻ തീറ്റ. അപ്പോൾ ആറും പിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എല്ലും വെക്റ്ററാണ്. അതായത് ആംഗുലാർ മൊമെൻറ്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആംഗുലാർ മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കുക. ഇനി R ക്രോസ് P നമുക്ക് RP സൈൻ തീറ്റ എന്ന് എഴുതാം. ഇതിൻ്റെ അത് P എന്നുള്ളത് M ഇൻറ്റു V ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ Pക്ക് പകരം M ഇൻറ്റു V എന്ന് എഴുതാം. അപ്പോൾ R ഇൻറ്റു M ഇൻറ്റു V ഇൻറ്റു സൈൻ തീറ്റ എന്നായി. ഇതിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് MVR സൈൻ തീറ്റ. M എടുത്ത് ആദ്യം എഴുതുന്നു, V രണ്ടാമത്, R മൂന്നാമത് എഴുതുന്നു. MVR സൈൻ തീറ്റ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം L എന്ന് പറഞ്ഞാൽ L ഈസ് ഈക്വൽ ടു MVR സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനുകൾ ഒന്ന് R ക്രോസ് P, രണ്ട് MVR സൈൻ തീറ്റ. ഇനി ഇത് ഒരു ഇക്വേഷൻ അവിടെ ഉണ്ട്, അത് സിമ്പിളാണ്. ഈ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവുന്നു. ഓക്കെ, അത് നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് R ആൻഡ് P. ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്താണ്? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് R ആൻഡ് P. ആറും പിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ. R കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ സ്ക്രീനിൻ്റെ പ്ലെയിനിലാണ്. ഈ സ്ക്രീനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ലൈനാണ് R. ഇനി P, ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഏതാണ്? വെലോസിറ്റി. P എന്ന് പറഞ്ഞാൽ M ഇൻറ്റു V ആണ്. എമ്മിൻ്റെ ഡയറക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ Vയുടെ ഡയറക്ഷൻ തന്നെയാണ് Pയുടെ ഡയറക്ഷൻ. അതായത് ഇതാണ് Pയുടെ ഡയറക്ഷൻ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇതും Pയും നമുക്ക് ഈ സ്ക്രീനിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്ലെയിനിൽ, ഈ ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും
ഇതും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ സ്ക്രീൻ തന്നെയാണ്. നിങ്ങളുടെ മൊബൈലായാലും ലാപ്ടോപ്പായാലും ഈ ഒരു സ്ക്രീനാണ് ആറും പിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് വരയ്ക്കുന്ന ഒരു ലൈനായിരിക്കും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. ഇതേ റൂളാണ് നമ്മൾ ഏതിലും പറഞ്ഞത്, ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷനിലും പറഞ്ഞത്. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു ഫിഗർ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒമേഗയുടെ ഡയറക്ഷൻ്റെ കൂടെ എൽ എന്നും കൂടെ എഴുതിയിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒമേഗ കൊമ എൽ ഇത് രണ്ടും ഒമേഗയ്ക്കും എല്ലിനും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് റൂൾ. അതേ റൂൾ തന്നെയാണ് എല്ലിനും യൂസ് ചെയ്യുന്നത്. ഒമേഗയും എല്ലും റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ ഏതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, അതുപോലെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അത് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇവിടെ സൈൻ തീറ്റ എന്ന് വന്നു. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ആർ ആണ്. ഓക്കെ, വിക്കും ആറിനും ഇടയ്ക്കുള്ള ആംഗിൾ, അല്ലെങ്കിൽ പിക്കും ആറിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ശരിയാണ്. പിയുടെയും വിയുടെയും സെയിം ഡയറക്ഷനാണ്. അപ്പോൾ ആ ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആവണമെന്നില്ല. 90 ഡിഗ്രി ആയിരിക്കും മോസ്റ്റ് കേസിലും. അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ എം ഇൻറ്റു വി ഇൻറ്റു ആർ ഇൻറ്റു സൈൻ 90 ഡിഗ്രി എന്ന് വരും. സൈൻ 90 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? അവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. എം വി ആർ ഇൻറ്റു 90 എന്നല്ല, എം വി ആർ ഇൻറ്റു സൈൻ 90 എന്നാണ്. സൈൻ 90 ഡിഗ്രി, സൈൻ 90 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എം വി ആർ ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ എം വി ആർ എന്ന് മാത്രം വരും. അപ്പോൾ എം വി ആർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് വി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ആർ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയ ഈ വിക്ക് പകരം ആർ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എം ഇൻറ്റു ആർ ഇൻറ്റു വി ഇൻറ്റു ആർ, എം ഇൻറ്റു ആർ ഇൻറ്റു ആർ ഇൻറ്റു ഒമേഗ ഇൻറ്റു ആർ, വിക്ക് പകരം ആർ ഒമേഗ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആറും രണ്ടാമത്തെ ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ എന്നാവും. അപ്പോൾ എം ആർ സ്ക്വയർ ഒമേഗ, എം ആർ സ്ക്വയർ ഒമേഗ എന്നുള്ളൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. അപ്പം ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ. ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ആർ റേഡിയസ്, എം മാസ്. ഓക്കെ, അപ്പോൾ ആംഗുലാർ വെലോസിറ്റിക്ക് 3 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് ആർ ക്രോസ് പി അല്ലെങ്കിൽ ആർ പി സൈൻ തീറ്റ, 2 എം വി ആർ സൈൻ തീറ്റ, അല്ലെങ്കിൽ എം വി ആർ എന്ന് മാത്രം പറഞ്ഞാലും മതി. നിങ്ങൾ കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്ററിൽ ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു എം വി ആർ എന്ന് പഠിക്കും. ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പഠിക്കും, ഫസ്റ്റ് ഇയറിൽ പഠിക്കും. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ എൽ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ. ഈ 3 ഇക്വേഷനും പഠിക്കാം. ഇനി എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അതെങ്ങനെയാണ് വന്നതെന്ന് പറയാം. എം മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം. ഓക്കെ, ആർ എന്ന് പറയുന്നത് ആറിൻ്റെ യൂണിറ്റ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണല്ലോ, എൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ ആർ സ്ക്വയറിൻ്റെത് മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇൻറ്റു ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. പക്ഷേ റേഡിയൻ എന്ന് പറയുന്നത് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല, കാരണം അതൊരു സപ്ലിമെൻ്ററി യൂണിറ്റ് ആണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഇൻറ്റു റേഡിയൻ പെർ സെക്കൻഡിൽ റേഡിയൻ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എസ് ഐ യൂണിറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ് ടു -1 ആണ്. ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചതാണ്. രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊന്നും പഠിച്ചു വയ്ക്കേണ്ട, ഈ ഡയമെൻഷണൽ ഫോർമുലയും കാണാതെ പഠിച്ചാൽ മതി, അതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് ഇതിൻ്റെ ഡെഫിനിഷൻ, 3 ഇക്വേഷൻസ്, യൂണിറ്റ്, ഡയമെൻഷണൽ ഫോർമുല. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്കിന് നമ്മൾ ടോ എന്നുള്ള ലെറ്ററാണ് കൊടുത്തത്. ടോർക്കിന് നമ്മൾ വിളിച്ചത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്നായിരുന്നു. ഫോഴ്സ് എന്താണോ, ലീനിയർ മോഷനിലെ ഫോഴ്സ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ വെർഷനാണ് ടോർക്ക്. അതുപോലെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ വെർഷനാണ് ആംഗുലാർ മൊമെൻറ്റം. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നമ്മൾ ലീനിയർ മോഷനിൽ പറയുകയാണെങ്കിൽ ഫോഴ്സ്, ടോർക്കിന് പകരം ഫോഴ്സ് എന്ന് പറയാം. ആംഗുലാർ മൊമെൻറ്റത്തിന് പകരം
ലീനിയർ മൊമെൻറ്റം പി എന്ന് പറയാം. അപ്പോൾ എഫും പിയും തമ്മിലുള്ള റിലേഷൻ. അതുപോലെ ഇവിടെ പഠിക്കാനുള്ളത് ടോർക്ക് ടോയും എല്ലും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നമുക്ക് എന്താണ് അറിയാവുന്നത്? ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത് L = R × P എന്നുള്ള ഇക്വേഷനാണ് അറിയാവുന്നത്. അപ്പോൾ L = R × P എന്നുള്ള ഇക്വേഷൻ, അതാണ് വി ഹാവ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി ഇതിനെ ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുണ്ട്. അത് നിങ്ങൾ എഴുതി ചേർക്കുക. അതിവിടെ പ്രിൻറ്റിങ്ങിൽ വിട്ടുപോയതാണ്. അപ്പോൾ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ആറും പിയും ഉണ്ട്. ഇതിന് രണ്ടിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുക എന്ന് പറഞ്ഞാൽ d/dt ചെയ്യുക എന്നാണ്. ഓക്കെ, ഡിഫറൻഷിയേഷൻ്റെ കുറേ റൂളുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ വർഷം ആവശ്യമുള്ളത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഈ R × P, രണ്ടെണ്ണത്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആറും പിയും ഉണ്ട്, ഇത് രണ്ടും കോൺസ്റ്റൻറ്റുകളല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട കോൺസ്റ്റൻറ്റുകളാണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിനെ പുറത്തെടുത്തിട്ട് ഇതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ d/dt ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണെങ്കിൽ d/dx ചെയ്യുക എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. നിങ്ങളിപ്പോൾ തൽക്കാലം ഇത് മാത്രം പഠിച്ചാൽ d/dt ചെയ്യുക. അതിനുവേണ്ടി പ്രോഡക്റ്റ് ആയിട്ടുള്ള രണ്ട് സാധനത്തിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു റൂളുണ്ട്. ആ റൂളിനെ പ്രോഡക്റ്റ് റൂൾ എന്നാണ് വിളിക്കുന്നത്. ഈ റൂള് നിങ്ങൾ മാത്സിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, +1 ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് കൊണ്ട് ഈ റൂള് അങ്ങ് പറഞ്ഞു പോകാം. ഇത്രയേ ഉള്ളൂ. രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, യുവും വിയും. ഇവിടെ ഇപ്പോൾ ആറും പിയും പോലെ അതിന് പകരം നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് യുവും വിയും ആണ്. അപ്പോൾ യുവും വി ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണല്ലോ നമ്മൾ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രാക്കറ്റ് കൂടെ അങ്ങ് കൊടുത്തേക്കാം, അപ്പം കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ യുവും വിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിൻ്റെ ഡിഫറൻഷിയേഷൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ d/dx ആണുള്ളത്. d/dx എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, എക്സ് ഡിസ്റ്റൻസിനുള്ളതാണ്, ഡിസ്റ്റൻസ് എന്നാണ്. പക്ഷേ ഇവിടെ d/dt ആണ് ചെയ്യുന്നത്. എന്തായാലും അത് പ്രശ്നമില്ല, എക്സ് എങ്കിൽ എക്സ് ഇടുക, ടി എങ്കിൽ ടി ഇടുക. ഓക്കെ, എന്തായാലും നമുക്ക് റൂൾ നോക്കിയാൽ മതി. അപ്പോൾ യുവും വിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, യുവും വിയും തമ്മിലുള്ള പ്രോഡക്റ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? യു ആണ്. അപ്പോൾ യു ഇൻറ്റു രണ്ടാമത്തെ വിയുടെ ഡെറിവേറ്റീവ് dv/dx പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് എന്താണ്? വി ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് du/dx. ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, ഒന്നുകൂടെ പറയാം. യു വി രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻഷിയേഷൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഈ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. R × Pയുടെ ഡിഫറൻഷിയേഷൻ ചെയ്യാനായിട്ട് ആദ്യം ഫസ്റ്റ് എന്താണ്? LHSൽ എല്ലിൻ്റെ ഡിഫറൻഷിയേഷനാണ്. ഇവിടെ എക്സ് എഴുതിയ സ്ഥലത്തെല്ലാം ടി എന്ന് കൊടുത്താൽ മതി, അതാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? dL/dt = ഇനി ഇവിടെയാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് അതേപോലെ എഴുതുക, ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് എന്താണ്? പി ആണ്, പിയുടെ ഡെറിവേറ്റീവ് dP/dt പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് dR/dt. ഓക്കെ, ഈ ഓർഡർ തെറ്റാതെ ഇവിടെ എടുത്ത് എഴുതണം. അതായത് ആറിൻ്റെ ടൈം ആദ്യം എഴുതണം, പിയുടെ ടൈം രണ്ടാമത് എഴുതണം, രണ്ടിലും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, R ഇൻറ്റു dP/dt പ്ലസ് dR/dt ഇൻറ്റു പി എന്ന് കിട്ടും. ഓക്കെ, ആക്ച്വലി ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള ഈ ചിഹ്നം, ഈ ക്രോസ് ചിഹ്നം, അത് ഇൻറ്റു അല്ല, അത് ക്രോസ് ആണ്. A × B, അതായത് ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എഴുതുമല്ലോ, വെക്റ്റർ പ്രോഡക്റ്റ്, അപ്പോൾ ഉപയോഗിക്കുന്ന അതേ ക്രോസ് ആണിത്. ഇതിനെ ആക്ച്വലി ഇൻറ്റു എന്ന് വായിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇൻറ്റു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെ വായിക്കേണ്ടത് R × dP/dt പ്ലസ് dR/dt × P എന്ന് എഴുതണം. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അതായത് RP, ആ ഓർഡർ തെറ്റാൻ പാടില്ല, RP. ഓക്കെ,
ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ ഈ ടേമിൽ ഈ വി ആദ്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് പോകണമെന്നില്ല, ഇത്രയും കാര്യം പഠിച്ചാൽ മതി, ഈ പറഞ്ഞ കാര്യം മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെ മാറും നോക്കാം. അപ്പോൾ ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് പി എന്നാണ്. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്താണ്? ഫോഴ്സ് ആണ്. ഇത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിൽ നമ്മൾ പഠിച്ചതാണ്. ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എഫ് ആണെന്ന് പഠിച്ചു. ഡി പി ബൈ ഡി ടിക്ക് പകരം എഫ് എന്ന് എഴുതാം. ഓക്കെ, ഇനി പ്ലസ് അതേപോലെ എഴുതുക ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ആർ എന്നാണ്. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നാണ്. ഇനി ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് ഈസ് ഓൾസോ ഡിസ്റ്റൻസ്. റേഡിയസ് എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് പറയാം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടിയെ നമുക്ക് വി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെയും ഒരു ബ്രാക്കറ്റ് ഇട്ടിരുന്നാൽ തെറ്റ് വരത്തില്ല. അതായത് ഇത് ഇത്രയും ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, ബാക്കിയുള്ള ഇത് ഇത്രയും വേറൊരു ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആർ ക്രോസ് എഫ് പ്ലസ് വി ക്രോസ് പി എന്ന് നമുക്ക് കിട്ടും. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി ആണെന്നുള്ളതും ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എഫ് ആണെന്നുള്ളതും മാത്രം ഇവിടെ ആലോചിച്ചാൽ മതി. ഓക്കെ, ആർ ക്രോസ് എഫ് പ്ലസ് വി ക്രോസ് പി. ഇനി ആർ ക്രോസ് എഫ് എന്താണ്? ആർ എഫ് സൈൻ തീറ്റയാണ് അല്ലേ? ആർ ക്രോസ് എഫ് എന്നുള്ളത് ആർ എഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടോർക്കാണ് എന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അതായത് ഇതേ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ പഠിച്ചു. ആ എപ്പിസോഡ് കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ അത് കാണുക. ഈ ചാപ്റ്ററിൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കാം. അപ്പോൾ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ടോയാണ്. ഓക്കെ, ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ടോ ആണ്. ഇനി പ്ലസ് അതേപോലെ ഇവിടെ ഇടുക. ഇനി ഇവിടെ വി ക്രോസ് പി എന്നുള്ളതിൽ വി അതേപോലെ എഴുതി, വി അതേപോലെ എഴുതി, ക്രോസും അതേപോലെ എഴുതി. ഇനി പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൗണ്ടാണ്. പിക്ക് വരെ എം വി എന്ന് നമുക്ക് എഴുതാം, എം വി എന്ന് എഴുതാം. ഇവിടെയൊക്കെ ടോർക്കും ഈ വെലോസിറ്റിയൊക്കെ വെക്റ്റേഴ്സാണ്. വെക്റ്ററുകളെല്ലാം ആരോ ഇട്ട് പോകണം, വെക്റ്ററിൻ്റെ ആരോ ഇട്ട് വേണം പോകാൻ. ഓക്കെ, അതെന്തിനാണെന്ന് പറയാം. ഇനി ഈ ടോർക്ക് അതേപോലെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എടുത്ത് എഴുതി. ഇനി ഇവിടെ ഈ എം എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ എം ഇപ്പുറത്ത് എടുത്ത് എഴുതിയാൽ ഫസ്റ്റ് എടുത്ത് എഴുതിയാൽ എം ഇൻറ്റു വി ക്രോസ് വി എന്ന് എഴുതാം. വി ക്രോസ് വി, ഈ വിയും കൂടെ അടുത്തെഴുതാം, അടുപ്പിച്ച് എഴുതാം. ഓക്കെ, ഇനി വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി സൈൻ തീറ്റ എന്നാണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ വി സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിക്കും ഇടയിലുള്ള ആംഗിൾ അല്ലേ? അത് വളരെ സിമ്പിളാണ്. ഒരു വെക്റ്റർ എ എന്ന് പറയുന്നൊരു വെക്റ്റർ ഇവിടെ വരച്ചിരിക്കുന്നു. അതേ സെയിം ഡയറക്ഷനിലേ നമുക്ക് ആ എ വീണ്ടും ഒന്നും കൂടെ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ എക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു വെക്റ്ററിനും അതേ വെക്റ്ററിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രിയാണ്. ഓക്കെ, 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ക്രോസ് എ എഴുതുകയാണെങ്കിൽ എ ക്രോസ് എ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി എഴുതിയാൽ എ ബി സൈൻ തീറ്റ ആണെങ്കിൽ എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എ സൈൻ തീറ്റയാണ്. എ സൈൻ തീറ്റ, സൈൻ തീറ്റ. തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റയുടെ വാല്യൂ 0 ആണ്. തീറ്റയുടെ വാല്യൂ 0. അപ്പോൾ എന്താണ് സൈൻ 0യുടെ വാല്യൂ? സൈൻ 0യുടെ വാല്യൂ 0 ആണ്. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു 0. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതേപോലെ ബി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വി ക്രോസ് വി ആയാലും 0 ആണ്. അപ്പോൾ വി ക്രോസ് വിക്ക് വരെ 0 എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ടോ അതേപോലെ എഴുതി, പ്ലസ് അതേപോലെ എഴുതി, എം അതേപോലെ എഴുതി, വി ക്രോസ് വിക്ക് വരെ നമുക്ക് 0 കൊടുക്കാം. അപ്പോൾ എം ഇൻറ്റു 0 ചെയ്താൽ 0 എന്ന് കിട്ടും. അപ്പോൾ ടോ പ്ലസ് 0, ടോ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ടോ തന്നെയാണ്. അപ്പോൾ ടോർക്ക് നമുക്ക് കിട്ടി RHSൽ. LHSൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? DL ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. അതാണ് റിലേഷൻ. ഓക്കെ, നമ്മുടെ ഫൈനൽ റിലേഷൻ എന്താണ്? ഫൈനൽ റിലേഷൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടില്ല, ഞാൻ ഇവിടെ എഴുതാം. DL ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക് ടോ എന്ന് എഴുതാം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ, ടോർക്കും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള ഫൈനൽ റിലേഷൻ.
അപ്പോൾ ഈ ഒരു റിലേഷൻ കൂടെ നിങ്ങൾ ഇത്ര എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ ഒന്നുകൂടെ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് അവിടെ ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആണ് d/dt ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അതെന്തിന് ഈക്വലാണ്? ഈസ് ഈക്വൽ ടു ടോർക്ക് ആണല്ലേ, ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ടോർക്ക്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ടോർക്ക്. ദിസ് ഈസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഇൻ റൊട്ടേഷണൽ മോഷൻ. ഇതിനെയാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, റൊട്ടേഷണൽ മോഷനിലുള്ള ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? അങ്ങനെ പറയാനുള്ള കാരണം വളരെ സിമ്പിളാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എന്താണ്? dp/dt. റേറ്റ് ഓഫ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. F ഈസ് ഈക്വൽ ടു dp/dt എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റമാണ്. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ വെർഷനാണ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ പിക്ക് പകരം റൊട്ടേഷണൽ മോഷനിൽ എൽ എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെ മാറും? dp/dt എന്നുള്ളത് dl/dt എന്നാവും. അതേപോലെ എഫ് എന്ന് പറയുന്ന ലീനിയർ മൊമെൻറ്റത്തിലെ ഫോഴ്സിന് പകരമുള്ള റൊട്ടേഷണൽ വെർഷൻ എന്താണ്? അത് ടോർക്കാണ്. അപ്പോൾ എഫിന് പകരം ടോർക്ക് ടോ എന്ന് എഴുതാം. അപ്പോൾ പിയുടെ അതേ സ്വഭാവം കാണിക്കുന്നതാണ് എൽ, എഫിൻ്റെ അതേ സ്വഭാവം കാണിക്കുന്നതാണ് ടോർക്ക് ടോ. അങ്ങനെയാണെങ്കിൽ dp/dt എന്നുള്ള ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ അതേ സ്വഭാവം കാണിക്കുന്നതാണ് dl/dt ഈസ് ഈക്വൽ ടു ടോർക്ക് എന്നുള്ള റിലേഷൻ, എല്ലും ടോർക്കും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ ഒരു റിലേഷനെ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് തന്നെ പറയാം, പക്ഷേ റൊട്ടേഷണൽ മോഷനിലുള്ളതാണ്. അപ്പോൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഇൻ റൊട്ടേഷണൽ മോഷൻ ഈസ് dl/dt ഈസ് ഈക്വൽ ടു ടോ എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇത് തമ്മിലുള്ള റിലേഷനെ പറ്റി പറയാനുള്ളത്. ഇവിടെ പഠിച്ചിരിക്കേണ്ടത് പ്രോഡക്റ്റ് റൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അത് എഴുതി വെക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സൈഡ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഡെറിവേഷൻ മസ്റ്റായും പഠിച്ചിരിക്കുക. കാരണം ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഡെറിവേഷനാണ് ഇത്. 3 മാർക്കിന് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ വരിക. അതിൻ്റെ കൂടെ ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതി വയ്ക്കണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം? ഇതേ ചാപ്റ്റർ പഠിച്ചതാണ്, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അത് പഠിച്ചത് പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോൾ? അപ്ലൈഡ് ഫോഴ്സ് എഫ് 0 ആവുന്ന സമയത്ത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്: ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് കൺസർവ്ഡ് ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ് ഈസ് 0. അപ്ലൈഡ് ഫോഴ്സ് എഫ് 0 ആവുന്ന സമയത്ത് ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും എന്ന് പഠിച്ചതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുന്നത്. അതുപോലെ തന്നെ ഉള്ള റൂളാണ്, ലോയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അതെന്തായിരിക്കും പറയുന്നത്? ഇവിടെ എഫ് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ടോർക്ക് പറയുക, ഇവിടെ പി പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റമാണ്, അതിന് പകരം പറയേണ്ട ഏതായിരിക്കും? ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, എഫിന് പകരം ടോ പറയുക, പിക്ക് പകരം എല്ല് പറയുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ എഫ് 0 ആവുന്നു എന്ന് പറഞ്ഞതിന് പകരം അവിടെ ടോ 0 ആവുന്നു എന്ന് പറയുക. അപ്പോൾ ടോ എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു dl/dt. ഇത് നമുക്ക് ഇവിടെ നീട്ടി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഡെറിവേഷനിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ടോ ഈസ് ഈക്വൽ ടു dl/dt എന്ന് പഠിച്ചിരുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ടോ ഈസ് ഈക്വൽ ടു dl/dt. ടോ എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ dl/dt ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ? ഇത് 0 ആയാൽ ഇതും 0 ആയിരിക്കും. ഓക്കെ, ഇത് 0 ആയാൽ ഇത് 0 ആയിരിക്കും. അപ്പോൾ ടോ 0 ആവുകയാണെങ്കിൽ dl/dt ഈസ് ഈക്വൽ ടു 0. dl/dt എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ് dl/dt. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ട ഡിഫറൻഷിയേഷൻ്റെ മറ്റു റൂളാണ് ഇത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് ഓർമ്മയാണോ എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് 0 ആവുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് 0 ആവുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ ഏത് ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവാണ് 0 ആയിരിക്കുന്നത്? എൽ, ആംഗുലാർ മൊമെൻറ്റം എല്ലിൻ്റെ ഡെറിവേറ്റീവാണ് 0 ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൽ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് പറയാം. അത് ഡിഫറൻഷിയേഷൻ്റെ റൂളാണ്. ഓക്കെ, അപ്പോൾ dl/dt 0 ആണെങ്കിൽ എൽ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് പറയാം. അപ്പോൾ എൽ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി, സിമ്പിൾ അല്ലേ? ടോ എക്സ്റ്റേണൽ ടോർക്ക് 0 ആയ സമയത്ത്
L കോൺസ്റ്റൻ്റ് ആണ്. ഇത് തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതവിടെ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്ന വായിച്ചാൽ മതി. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഇഫ് ദർ ഈസ് നോ, ഒരു എക്സ്റ്റേണൽ ടോർക്കും ആക്ട് ചെയ്യുന്നില്ല, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഒരു എക്സ്റ്റേണൽ ടോർക്കും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ടോ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇഫ് ടോ ഈസ് ഈക്വൽ ടു 0 ദെൻ, അങ്ങനെയാണെങ്കിൽ ദർ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആ പാർട്ടിക്കിൾസിൻ്റെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾസിൻ്റെ സിസ്റ്റത്തിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൻ്റെ മൊത്തം ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക, ഇഫ് ടോ എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു 0 ദെൻ L ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ചോദിച്ചാൽ ഇതേപോലെ എഴുതി വയ്ക്കുക. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ദെൻ ദർ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത പാർട്ടുമായി അടുത്ത ദിവസം കാണാം. PDF നോട്ട് ഡൗൺലോഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ചെയ്തില്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.